Are you going to celebrate there in Kerala or are you coming to Delhi to celebrate? നമ്മളിതിനെ അദ്ദേഹത്തെ അങ്ങനെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അദ്ദേഹത്തെ മ്യൂസിക് ലോഞ്ചിന് വേണ്ടി മാത്രം വിളിച്ച് ആദരിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ നമ്മൾ പത്രസമ്മേളനത്തിൽ കൊണ്ടുപോകുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഏതോ ചുണ്ടൻ വെള്ളം നീറ്റിലിറക്കാൻ വേണ്ടി നജീബ് പോയിരിക്കണം, അല്ല ഇവിടെ വരേണ്ടതാണ്. നമ്മളിതിനെ അദ്ദേഹത്തെ അങ്ങനെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. സിനിമ പിന്നണി പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നജീബിന് എന്തായിരിക്കും സിനിമ നൽകുന്ന ഒരു പ്രതിഫലം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയായിരിക്കും? എന്നാൽ ആ ചോദ്യത്തിന് ബെന്യാമിൻ നൽകിയ മറുപടി ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ ബെന്യാമിൻ എന്ന മനുഷ്യന്റെ ഹീനബുദ്ധി എത്രത്തോളം ഉന്നതവും കരുത്തുറ്റതുമാണെന്ന ബോധ്യം പോങ്ങിന് കിട്ടി. അത് കേട്ടിട്ട് ബ്ലസിയെ പോലൊരു സംവിധായകൻ വളരെ നിർവികാരനായി ഇരുന്നത് പോങ്ങനെ കണ്ടവാനും ദുഃഖിപ്പിക്കുകയും ചെയ്തു. സത്യമായി ബെന്യാമിനേക്കാൾ എത്രയോ പ്രതിഭാശാലിയും വിവേകിയും ബുദ്ധിമാനുമാണ് ബ്ലസി. എന്നിട്ട് ബെന്യാമിന്റെ പോക്രിത്തരത്തെ വളരെ നിസ്സാരമായി ബ്ലസി കേട്ടുവിട്ടു. ഒരുപക്ഷെ അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ പോയതാവാം. എന്തായാലും ബെന്യാമിന്റെ സംസാരം പോകണമെന്ന് കേൾപ്പിക്കാം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ഒന്ന് പറയൂ, അറിയാനൊരു കൗതുകം. അതോ ഇനി എന്റെ മനസ്സിന്റെ പ്രശ്നമാണോ ഇതൊക്കെയെന്ന് തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അത് സഹായിക്കും. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയായി ഇപ്പം ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ആക്രി പറക്കുന്ന ഒരാളായി ജോലി ചെയ്തിരുന്ന ഒരാൾക്കുണ്ടായ ഒരു സോഷ്യൽ ഹൈനസ് ഉണ്ട്. അതിനെ നമ്മൾ വിലമതിക്കണം. മലയാളി അത് ഒരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ്. നജീബിനെ ഇന്ന് കേരളം കൊണ്ടു നടക്കുന്നു, നജീബിനെ ഇന്ന് ആദരിക്കുന്നു എന്നെങ്കിൽ, നജീബിനെ ഇന്ന് പല വേദികളിലും ഉദ്ഘാടനത്തിന്, ഇപ്പം ഇന്ന് നജീബ് വെള്ളം ചുവട്ടിത്തോടെ ഇറക്കാൻ പോകുന്നു, പെരുന്നാളിന് ദുബൈയിൽ പോകുന്നു. അങ്ങനെ നജീബിന്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വല്ലാതെ ഉയരുന്ന ഒരു സന്തോഷ നിമിഷത്തിലാണ്. മത്സ്യത്തൊഴിലാളിയായി ജോലി നോക്കുന്ന അല്ലെങ്കിൽ ആക്രി പിറക്കുന്ന ഒരു മനുഷ്യനുണ്ടാവുന്ന സോഷ്യൽ ഹൈനസ് അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ഔന്നത്യം, ഈ വാക്കാണ് അല്ലെങ്കിൽ ഈ പ്രയോഗമാണ് ബെന്യാമിൻ നടത്തിയത്. പുരോഗമന ഭാവി എന്ന് മേനി പറയുന്ന ബെന്യാമിനാണ്. പരിഷ്കൃത ബുദ്ധൻ എന്ന പ്രതീതി പരത്തുന്ന ബെന്യാമിനാണ്. കൊടും ഘോരനായ ഒരു ഉൽപ്പതിഷ്ണുവായി പ്രബുദ്ധരാൽ ആഘോഷിക്കപ്പെടുന്ന ബെന്യാമിനാണ്. വലതുപക്ഷ വിമർശനത്തിനായി സദാ നാവിട്ടിളക്കുന്ന പെരും വായനായിട്ടുള്ള ബെന്യാമിനാണ് ഇത്ര വലിയ മനുഷ്യവിരുദ്ധത പറയുന്നത്. നജീബിനെ കേരളം കൊണ്ടു നടക്കുന്നു, നജീബിനെ കേരളം ആദരിക്കുന്നു, നജീബിനെ പല ഉദ്ഘാടനത്തിനും ക്ഷണിക്കുന്നു. ഇതൊക്കെ ആ മനുഷ്യന് ലഭിക്കുന്ന സൗജന്യമായാണ് ബെന്യാമിൻ എന്ന സാമൂഹ്യ വിരുദ്ധൻ, ഹീനൻ വിളിച്ചു പോകുന്നത്. എന്താ, മത്സ്യത്തൊഴിലാളികൾ ആദരാർഹരല്ലേ? ആക്രി വെറുക്കുന്നവർ അംഗീകരിക്കപ്പെടാൻ പാടില്ലാത്തവരാണോ? ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇത്ര അളവ് സാമൂഹ്യ മൂല്യം ഒരാൾ സൂക്ഷിക്കണമെന്ന് ചട്ടമുണ്ടോ? ഉണ്ടോ? കനത്ത ആസനം താങ്ങികളായിട്ടുള്ള സകല മലയാളികളുമാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്. ബെന്യാമിൻ പറഞ്ഞതിന് ന്യായീകരണമോ വിശദീകരണമോ വ്യാഖ്യാനമോ നൽകാനല്ല, പറഞ്ഞതിലെ മനുഷ്യവിരുദ്ധത തിരിച്ചറിഞ്ഞ് സമൂഹത്തോട് മാപ്പ് പറയുകയാണ് ബെന്യാമിൻ ചെയ്യേണ്ടത്, അല്ലേ? അതാണ് വേണ്ടത്. ബെന്യാമിനും നജീബിനും ബ്ലസിക്കും പൃഥ്വിരാജിനുമൊക്കെ ഒരേ സാമൂഹ്യ മൂല്യം കൽപ്പിക്കാൻ സാധിക്കുന്ന തരം പോങ്ങബുദ്ധിയുള്ള മനുഷ്യർക്ക് ഞാൻ പറഞ്ഞത് എന്തായാലും മനസ്സിലാവുമെന്ന ബോധ്യം എനിക്കുണ്ട്. ഈ പോഴനെ ചുമക്കുന്ന പ്രബുദ്ധന്മാർ അറിയണം, നിങ്ങളുടെ സൈദ്ധാന്തിക പാപ്പരത്വമല്ല ആ സാംസ്കാരിക വീഴ്പ്പിനെ നിങ്ങളുടെ തലയിൽ എടുത്തു വെച്ചത്. നിങ്ങൾക്കെല്ലാം കഴുത ജീവിതം സമ്മാനിക്കാനുള്ള ത്രാണി ആ വ്യക്തിയുടെ കുശാഗ്ര ബുദ്ധിക്കുണ്ട്. കിട്ടിയോ? നിങ്ങൾക്കൊപ്പം ചേർന്ന് നിങ്ങളുടെ സംഘടിത ശേഷിയെ സ്വന്തം സംരക്ഷണത്തിനുള്ള പരിചയം, സ്വന്തം വളർച്ചയ്ക്കുള്ള വളവുമായി അയാൾ മാറ്റിയിരിക്കുകയാണ്. നിങ്ങളറിയാതെ അയാൾ നിങ്ങളുടെ തലയിൽ കയറിയിരുന്നു. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കരങ്ങളെടുത്ത് അയാൾ സ്വന്തം ആസനത്തിന് താങ്ങും നൽകി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഒന്നും നോക്കാനില്ല, നല്ലോണം അങ്ങ് ചുമന്നോളുക. കുറച്ചൊക്കെ നാറും, സാരമില്ല. കുറച്ച് കഴിയുമ്പോൾ ആ നാറ്റവും ശീലമാവും. ഇപ്പം തന്നെ ശീലമായി കഴിഞ്ഞു. അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് ചുമന്നോളുക, നന്നായിട്ട് ചുമന്നോളുക. 1985 ഒരു ഡിസംബർ മാസത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെങ്കിലും ആയില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നു. അതായിരുന്നു എനിക്ക് സിനിമ. ബ്ലസിയോടൊന്ന് പറയാം, ബെന്യാമിൻ്റെ ആടുജീവിതത്തിന് പകരം നജീബിനോട് സംസാരിച്ച് നജീബിൻ്റെ ആടുജീവിതം സിനിമയാക്കിയിരുന്നുവെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ല കാര്യം. ഇപ്പോഴുള്ള ഒരു വിവാദവും സംഭവിക്കുമായിരുന്നില്ല. ആടുജീവിതത്തിന്റെ ആത്മാവ് നഷ്ടമായെന്ന പഴിയും കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഈ നോവലിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് രവിവർമ്മ തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ്. അപ്പം ഞങ്ങളുടെ ഒരു സംസാരത്തിൽ എന്തുകൊണ്ട് സിനിമയിലെ സാഹിത്യം, നോവലും ഒക്കെ
ഈ അടുത്ത കാലത്തായിട്ട് വരുന്നില്ല എന്നുള്ള ഒരു ഡിസ്കഷൻ്റെ ബാക്കിയായിട്ടാണ് അദ്ദേഹം എനിക്ക് ഈ പുസ്തകം അയച്ചു തരികയും. ഇതിപ്പോൾ നജീബിന്റെ ആടുജീവിതം കൊണ്ടും ബ്ലസിയുടെ ആടുജീവിതം കൊണ്ടും ഗുണമുണ്ടാവുന്നത് കൂടുതലായിട്ടും ഗുണമുണ്ടാവുന്നത് ബെന്യാമിനാണ്. അന്നെങ്കിൽ അതിലുപരിയായി അന്നെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇയാളൊരു മനുഷ്യനാണെങ്കിൽ ഇയാളിൽ അതൊരു ഇയാളുടെ മനസ്സിൽ സാഹിത്യത്തിൽ ഒതുങ്ങി നിൽക്കുമായിരുന്ന ഒരു ദുരന്തത്തെ ചലച്ചിത്ര ലോകത്തിനു കൂടി ഉപദ്രവമാകുന്ന നിലയിലേക്ക് ബ്ലസി വളർത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനെല്ലാം കാരണം കരുവാറ്റ ശ്രീകുമാറാണ്. അയാൾ നജീബിന് വിസ ശരിയാക്കി കൊടുത്തിരുന്നില്ലെങ്കിൽ ഈ ഉപദ്രവം വല്ലതും ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ ഒരു സാംസ്കാരിക നായയുടെ കുര കൂടി കേൾക്കേണ്ടി വരില്ലായിരുന്നു നവകേരളത്തിന്. ഇനി പറഞ്ഞിട്ടെന്ത്, അനുഭവിക്കുക, അല്ലാതെ ഇപ്പം എന്താ. പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു എക്സസൈസ് മാത്രമാണത്. ഇത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു സ്വീകാര്യത ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എനിക്ക് അത് ചിന്തിക്കുന്നില്ല ആരും. എല്ലാവരും നജീബിനെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റു കാര്യം. എല്ലാവരും ഇങ്ങനെ ഒരു മണ്ടത്തരം എടുത്ത ഒരു വിഡ്ഢിയ എന്നുള്ള രീതിയിൽ എല്ലാവരും എന്നെ എങ്ങനെയൊക്കെ ചിത്രീകരിച്ചതിനെ ഞാൻ ഇനി ഉണ്ടാകുമായിരുന്നു. അതൊന്നും ആരും ചിന്തിക്കുന്നും പറയുന്നുമില്ല. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ 16 വർഷം ബ്ലസി സാർ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം കൂടി സാറിന് എന്ത് കൊടുത്തു എന്നെന്താണ് ആരും ചോദിക്കാൻ. ഞാൻ മറ്റു നോവൽ എഴുതി, പൃഥ്വിരാജ് മറ്റ് സിനിമകളിൽ അഭിനയിച്ചു. ബ്ലസി സാർ മാത്രം ഈ 16 വർഷവും ഇതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതിന് എത്ര പണം കൊടുത്താൽ അതിനെ മറികടക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെന്തുകൊണ്ടാണ് സമൂഹം ചോദിക്കാത്തത്? ഞാൻ സൂയിസൈഡ് ചെയ്തു. അതായിരുന്നു എനിക്ക് സിനിമ. അത് സമൂഹം ചോദിക്കേണ്ട കാര്യമില്ല ബെന്യാമിൻ. നുണ പറയാനുള്ള താങ്കളുടെ അവകാശത്തെ തീർച്ചയായിട്ടും മാനിക്കുന്നുണ്ട്. എന്നാൽ 16 കൊല്ലക്കാലം ബ്ലസി എന്ന സംവിധായകൻ ഇതിന്റെ പിന്നാലെ മാത്രം നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആടുജീവിതത്തിന്റെ പിന്നാലെ മാത്രം നടക്കുകയായിരുന്നു എന്ന് പറയരുത്. 2008 ആടുജീവിതം എന്ന നോവൽ സംഭവിക്കുന്നു. 2009 ഒടുക്കം ആടുജീവിതം ബ്ലസി വായിക്കുകയും അതിലൊരു സിനിമയുണ്ടെന്ന് അദ്ദേഹം കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്ന കാര്യത്തിൽ നിങ്ങൾ ധാരണയിലുമാകുന്നു 2009. ആടുജീവിതം സിനിമയാക്കുന്ന കാര്യം ബ്ലസി തന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നും ചിത്രം പരിഗണനയിലുണ്ടെന്നും വിക്രം ഇന്ത്യ വിഷൻ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി. 2011 ബ്ലസി എഴുതി സംവിധാനിച്ചിട്ടുള്ള മോഹൻലാൽ ചിത്രം പ്രണയം തിയേറ്ററിലെത്തുന്നു. 2013 കളിമണ്ണ് എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നു. അതിന്റെ രചനയും സംവിധാനവും ബ്ലസി തന്നെയാണ്. കളിമണ്ണിൽ നിന്നും ആടുജീവിതത്തിലേക്കുള്ളത് 11 വർഷങ്ങളാണ്. ആ കാലം അത്രയും ആടുജീവിതവുമായി നടക്കുകയും ആയിരുന്നില്ല ബ്ലസി, അതും പറയണം. ഈ 11 വർഷക്കാലം പോലും ബ്ലസി ആടുജീവിതത്തിന്റെ പിന്നാലെ അങ്ങനെ അലയുകയായിരുന്നു എന്നും പറയരുത്. ഈ കാലത്തിനിടയിൽ അദ്ദേഹം ഗിന്നസ് ബഹുമതിയൊക്കെ കരസ്ഥമാക്കി. 100 Years of Chrysostom എന്ന് പറയുന്ന ഡോക്യുമെന്ററി അത് ആരംഭിച്ചത് 2015 48 മണിക്കൂർ 10 മിനിറ്റോളം ദൈർഘ്യമുള്ള ആ ഡോക്യുമെന്ററി അതിന്റെ നീളത്തിന്റെ കാര്യത്തിലാണ് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. 4 വർഷക്കാലമാണ് അതിന്റെ ജോലികൾക്കായി ബ്ലസി മാറ്റിവെച്ചത്. ആടുജീവിതം ഷൂട്ട് ചെയ്യുന്നത് 2018 മാർച്ച് 1 കോവിഡ് വന്നതാണ് അതിനുണ്ടായിട്ടുള്ള പ്രധാന തടസ്സം. കോവിഡ് പക്ഷേ ബ്ലസിയെയോ ആടുജീവിതത്തെയോ മാത്രമല്ല ലോക ജനതയെ മുഴുവനായും ബാധിച്ചു. നിങ്ങളെയും എന്നെയും ഒക്കെ അത് ബാധിച്ചു. അതുകൊണ്ട് ആടുജീവിതം 16 കൊല്ലത്തെ ബ്ലസിയുടെ ധ്യാനമായിരുന്നെന്നൊന്നും ബെന്യാമിൻ ഇങ്ങോട്ട് തള്ളണ്ട. ഇങ്ങനെ ഒരു മണ്ടത്തരം എടുത്ത ഒരു വിഡ്ഢിയ എന്നുള്ള രീതിയിൽ എല്ലാവരും എന്നെ എങ്ങനെയൊക്കെ ചിത്രീകരിച്ചതിനെ. ബ്ലസി അത്ര മണ്ടനാണെന്നും പോകാൻ അഭിപ്രായമില്ല. കാഴ്ച മുതൽ കളിമണ്ണ് വരെയുള്ള ബ്ലസിയുടെ സകല സിനിമകളും, അല്ലെങ്കിൽ 6 സിനിമയുണ്ട്. അദ്ദേഹത്തിന് ആ സിനിമകൾ മുഴുവൻ നിർമ്മിച്ചത് മറ്റു നിർമ്മാതാക്കളാണ്. ആവശ്യമെങ്കിൽ ആടുജീവിതം നിർമ്മിക്കാനും തീർച്ചയായിട്ടും ബ്ലസിക്ക് നിർമ്മാതാക്കളെ വളരെ നിഷ്പ്രയാസം ലഭിക്കും. എന്നാൽ ആടുജീവിതം സ്വയം നിർമ്മിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അത് ബുദ്ധിയില്ലായ്മ കൊണ്ടല്ല. 2.5-3 ലക്ഷത്തോളം പതിപ്പുകൾ വിൽക്കുകയും കുറഞ്ഞത് 50 ലക്ഷം അല്ലെങ്കിൽ 1/2 കോടി രൂപയെങ്കിലും റോയൽറ്റി ഇനത്തിൽ എഴുത്തുകാരന് സമ്മാനിക്കുകയും ചെയ്തിട്ടുള്ള ആടുജീവിതം സിനിമയാക്കിയാൽ സംവിധായകന്റെ ശമ്പളത്തേക്കാൾ എത്രയോ മടങ്ങ് കോടികളാവും നിർമ്മാതാവിന്റെ കീശയിലേക്ക് ആടുജീവിതം സമ്മാനിക്കുക. ബ്ലസി എന്ന കലാകാരനിലെ ആ കച്ചവട ബുദ്ധിയെ അത്ര ഇളവായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതിനെ ഇകഴ്ത്തി സംസാരിക്കുകയും വേണ്ട. പണമുണ്ടാക്കുന്നത് കുറ്റകരമായിട്ടുള്ള സംഗതിയൊന്നുമല്ല. അതുകൊണ്ട് അതിൽ കുറ്റബോധവും ആർക്കും വേണ്ട. കാശുണ്ടാക്കാൻ കഴിയുന്നത് ഒരു കഴിവാണ്. എന്നാൽ സഹജീവികളെ കഴുതകളാക്കിയേ കാശുണ്ടാക്കൂ എന്നുള്ള വാശി ആരും എടുക്കരുത്. നവമാധ്യമകാലമാണ്. സഹജീവികളെ കഴുതകളാക്കി തന്നെയാണ് പലരും കാശുണ്ടാക്കുന്നത്. എങ്കിലും അത് മോശപ്പെട്ടൊരു കാര്യമാണ്. സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെങ്കിലും ആയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു മനുഷ്യനാണ് ബ്ലസി. എന്ന് വെച്ചാൽ ആരുടെയും ഭീഷണിക്ക് വഴങ്ങി സിനിമയിൽ വന്നുപെട്ട ആളല്ല ബ്ലസി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട്
ബ്ലസ്സിയുടെ ചലച്ചിത്ര ഭാവിയെ ഓർത്ത് സമൂഹം ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ നജീബ് തീർച്ചയായും സമൂഹത്തിന്റെ ചിന്തയിൽ വേണ്ടയാളാണ്. കാരണം ആ മനുഷ്യന് സ്വന്തം ജീവിതം വിൽക്കാനുള്ള സാഹിത്യശേഷിയോ ചലച്ചിത്ര പരിജ്ഞാനമോ ഇല്ലാതെ പോയി. അങ്ങനെയുള്ള ബെന്യാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സോഷ്യൽ ഹൈനസ് വളരെ കുറഞ്ഞ ആളുകൾ പൊതുസമൂഹത്തിന്റെ കരുതലിന് തീർച്ചയായും അർഹരാണ്. പക്ഷെ നമ്മൾ അർഹിക്കുന്ന പരിഗണന, സമൂഹം അർഹിക്കുന്ന പരിഗണന അത്തരം ആളുകൾക്ക് നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ നമ്മൾ പുലർത്തേണ്ടതുമാണ്. മലയാളി അനാവശ്യമായി എന്ത് കാര്യത്തിലും ഇടപെടുന്ന ഒരു നികൃഷ്ട ജീവിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഭയങ്കര വ്യസനം സത്യത്തിൽ എനിക്കുണ്ട് എന്നുള്ളതാണ്. സമൂഹം താങ്ങേണ്ടത് കനത്ത ആസനങ്ങളെയല്ല, ദുർബലവും ചൂഷിതവുമായിട്ടുള്ള ജീവിതങ്ങളെയാണ്, നിസ്സഹായരെയാണ്, നിരാലംബരെയാണ്, സാധുക്കളെയാണ്. ഈ സംസാരം ഇവിടെ എത്തുമ്പോഴും പോകന്റെ മനസ്സിൽ കൈക്കുന്നത് ബെന്യാമിന്റെ ആ ഒരു മനോഭാവമാണ്. നജീബിന് ആടുജീവിതം സോഷ്യൽ ഹൈനസ് നൽകി എന്ന ആ പ്രയോഗമാണ്. കൗമുദി മൂവീസിലെ ആ ഇന്റർവ്യൂ ഇതുവരെ ഏതാണ്ട് 57,000-ഓളം ആളുകൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ബെന്യാമിന്റെ ആ സംസാരം ഒരാളും കേട്ടതായി ഭാവിച്ചില്ല. അതിനെ വിമർശന ബുദ്ധിയോടുകൂടി ആരും സമീപിച്ചുമില്ല. ഇതാണ് നവകേരളീയരുടെ പ്രബുദ്ധതയും പുരോഗമന ബുദ്ധിയും പരിഷ്കൃത ഭാവവും. കലാമണ്ഡലം സത്യഭാമയുടെ നാവിൽ ചാടി കടിച്ച പ്രബുദ്ധ സമൂഹം കമ്മിമണ്ഡലം ബെന്യാമിൻ പറഞ്ഞ മനുഷ്യവിരുദ്ധതയെ വളരെ അനുഭാവപൂർവം സ്വീകരിക്കുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ ഹൈനസ് എന്ന വാക്ക് സുരേഷ് ഗോപിയുടെ നാവിൽ നിന്നാണ് വന്നിരുന്നതെങ്കിൽ ഈ ബെന്യാമിൻ തന്റെ പെരുമ്പായ പിളർന്ന് ചാടിയേനെ. കൂടെ കമ്മിച്ചാത്തന്മാരും പിന്നെ സാവർണയുമായി ബ്രാഹ്മണിക്കൽ ഹെജിമണിയായി അവന്റെയൊക്കെ ചില സമയത്ത് പോങ്ങന്റെ നാവ് മണിയാശാന്റെ നാവ് പോലെ മറ്റേ പണിക്കിറങ്ങും. ഇവരുടെയൊക്കെ മനസ്സെന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ വളരെ പുച്ഛത്തോടുകൂടി തന്നെ തള്ളിക്കളയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയ്ക്കും ഇരട്ടത്താപ്പ് പിടിച്ച ഒരു ജനതയെ മറ്റെവിടെയാണ് കാണാൻ കഴിയുക? എന്തായാലും ഈ പോങ്ങൻ എൻ്റെ സഹജീവികളോട് ഒന്നേ പറയാനുള്ളൂ. കഴുത ജീവിതവും നായ ജീവിതവും കുറുക്ക ജീവിതവും അരണ ജീവിതവും ഓന്ത് ജീവിതവും ആടുജീവിതവും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ മനുഷ്യജീവിതം നയിക്കാൻ ശീലിക്കണം. അല്ലെങ്കിൽ അതിന് പ്രാപ്തരാവണം. ആ ആഗ്രഹം ഒരു പ്രാർത്ഥന പോലെ സമൂഹത്തിന് മുന്നിൽ പങ്കിടുകയാണ് പോങ്ങൻ ഇതുവഴി ചെയ്തു വരുന്നത്. അല്ലെങ്കിൽ അതാണ് പോങ്ങനെ സംബന്ധിച്ച് ഈ നാവാട്ട്, സമൂഹത്തോടുള്ള പോങ്ങന്റെ പ്രാർത്ഥന. പക്ഷെ ആര് കേൾക്കാൻ? ഈ പോങ്ങനും ആ നജീബിനെ പോലെ സോഷ്യൽ ഹൈനസ് വളരെ കുറവുള്ള ആളല്ലേ? അല്ലേ? എന്തായാലും നമ്മുടെ കരങ്ങൾ കനത്ത ആസനങ്ങളെ താങ്ങാനുള്ളതല്ല. സാധാരണക്കാരന്റെ ജീവിതത്തിനെ കൈപിടിച്ചുയർത്താൻ ആരുമുണ്ടാവില്ല, അത് മറക്കരുത്. അതുകൊണ്ട് അവനവന്റെ ജീവിതത്തിന് താങ്ങാവാനായി, അല്ലെങ്കിൽ അവനവന്റെ ജീവിതത്തിന് തൂണാവാനായി സ്വന്തം കരങ്ങൾ ഉപയോഗിക്കുക. സന്തോഷം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. എല്ലാവർക്കും നന്മകൾ, എല്ലാവരോടും സ്നേഹം. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. മലയാളി അനാവശ്യമായി എന്ത് കാര്യത്തിലും ഇടപെടുന്ന ഒരു നികൃഷ്ട ജീവിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഭയങ്കര വ്യസനം സത്യത്തിൽ എനിക്കുണ്ട് എന്നുള്ളതാണ്.